എല്ലാവരും ഡ്രീമായി ഭൂമിയുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ കാശ്മീർ കാണാൻ. കാശ്മീർ പോകാൻ സിമ്പിൾ ആയിട്ട് ഒരു പ്ലാൻ പറഞ്ഞേ. ഈ വീഡിയോ മുഴുവൻ അതാണ്. കാശ്മീരിൽ എന്തൊക്കെ കാണണം, എവിടെയൊക്കെ പോകണം, എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുക, ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ഒപ്പം കൂടാത്ത ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൂടി തൊട്ടപ്പുറത്തിന് ബെല്ലൈക്കൻ കളിക്കുന്നത് കുത്തിക്കൊണ്ടിക്കാൻ മറക്കണ്ട. തപ്പുമല്ലേ? ബൈ. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കംഫർട്ട് ആയിട്ടുമുള്ള കാശ്മീർ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് നിന്നാണ്. രാത്രി 11:20 നമുക്ക് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ. ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളതാണല്ലേ. നമുക്ക് കുറേ ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളൊക്കെ കിട്ടുന്ന ഒരു യാത്രയാണ് ട്രെയിൻ എന്നുള്ളത്. അപ്പോൾ 38 മണിക്കൂറാണ് നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി എടുക്കുക. ഇത് 12:30 ന്യൂഡൽഹിയിലെത്തും. ഒരു ഹാഫ് ഡേ കൊണ്ട് നിങ്ങൾക്ക് ഡൽഹിയിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ എന്തെങ്കിലും സൈറ്റ് സീയിങ്ങിനോ ഉണ്ടെങ്കിൽ അത് ഈ യാത്രയിൽ ഉൾപ്പെടുത്താൻ പറ്റും. പറയാൻ കാരണം 12:30 ന്യൂഡൽഹിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ട്രെയിനുള്ളത് 7:05 വൈഷ്ണോദേവി കത്രയിലേക്കുള്ള അടുത്ത ട്രെയിൻ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തിയാൽ മതി. പക്ഷേ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം ന്യൂഡൽഹിയാണ്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവും. ബൈ റോഡാണെങ്കിലും മെട്രോ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ സമയം മുൻകൂട്ടി കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ട്രെയിൻ മിസ്സാവും. അതിനനുസരിച്ച് വേണം നിങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലഗേജ് റെയിൽവേ സ്റ്റേഷനിൽ ലോക്കറിൽ വെച്ചിട്ട് പോകാം. തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഈ ട്രെയിനിൽ ജോയിൻ ചെയ്താൽ മതിയാവും. ട്രെയിനിൽ കയറി നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി കാലത്തൊരു 5:40 ശ്രീ മാതാ വൈഷ്ണോദേവി കത്രയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഈ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി നല്ല അടിപൊളി കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടും. നിങ്ങൾക്ക് വൈഷ്ണോദേവി ടെമ്പിളിൽ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി വരാൻ പറ്റുമെങ്കിൽ അത് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക. ഇവിടുന്ന് നിങ്ങൾ പുറത്തിറങ്ങി ആദ്യം ചെയ്യേണ്ടതാണ് ഒരു സിം എടുക്കുക എന്നുള്ളത്. കാശ്മീർ പോകുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് പോസ്റ്റ് പെയ്ഡ് സിം നിർബന്ധമാണെന്നുള്ളത്. ഒന്നുകിൽ നാട്ടിൽ നിന്ന് തന്നെ പോസ്റ്റ് പെയ്ഡ് സിമ്മിലേക്ക് മാറ്റണം, അതല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി അയക്കാൻ നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് സിം എടുത്തിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കണക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കട്ടാവും. അതുപോലെ തന്നെ ഇവിടെ പുറത്തിറങ്ങിയ വേറൊരു കാഴ്ചയാണിത്. റോഡ് സൈഡിൽ കഞ്ചാവിൻ്റെ തൈകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതിവിടെ ഒരു പ്രശ്നമുള്ളതല്ല, പക്ഷേ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സീനൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്രക്കധികം ഉണ്ട് കേട്ടോ. കുറച്ചൊന്നല്ല ഉള്ളത്. റോഡ് സൈഡിൽ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ തൈകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കണത് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ ജസ്റ്റ് പുച്ഛഭാഗത്തോട് ഇട്ടാണ് നോക്കുന്നത്. അവിടെ വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ എവിടെയും പോകാൻ പ്ലാൻ ഇല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ വഴികളിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കുക. ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ കുറേ നല്ല അടിപൊളി ചായ കിട്ടുന്ന സ്പോട്ടുകളുണ്ട്. എല്ലാ കടകളിലും നല്ല ചായ കിട്ടും. ആ ചായ കഴിക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ഇവരുടെ മെയിൻ സാധനമാണ്. ഉരുളക്കിഴങ്ങിട്ട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. വയറ് നിറച്ച് കഴിക്കാനല്ല പറഞ്ഞത്, ജസ്റ്റ് എല്ലാ ഐറ്റംസുകളും ഒന്ന് ട്രൈ ചെയ്യുക. ഓരോ നാട്ടിൽ പോയാലും അവിടുത്തെ കൾച്ചറിനനുസരിച്ചിട്ടുള്ള അവിടുത്തെ ഫുഡുകൾ നമ്മൾ ട്രൈ ചെയ്യണം. അതൊരു രസമാണ്. ഖത്തറിൽ നമ്മൾ ഷോപ്പിൽ കയറിയതാണ്. കാശ്മീരിൽ ഭയങ്കര റേറ്റ് കുറവാണ് നട്ട്സിന് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടല്ലേ ചീപ്പ് പ്രൈസിനാണ്. വാൽനട്ട് 380 രൂപക്ക് 400 രൂപയുടെ ഉണ്ട്, 550 ഉണ്ട്, 400 ഉണ്ട്. പച്ച ക്വാളിറ്റി ആയിട്ട് 600 രൂപയുടെ ഉണ്ട്. ഞാൻ ആൽമണ്ടൊക്കെ നോക്കി, തൊണ്ടോട് കൂടിയിട്ടുള്ള ആൽമണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. നമ്മളവിടെ തൊണ്ട് പൊളിച്ചിട്ടല്ല വരുന്നത്. ഇവിടെ തൊണ്ടോട് കൂടിയിട്ടാണ് ആൽമണ്ട് കിട്ടുന്നത്. 700 വരുന്നത് പ്രൈസ്. പല ക്വാളിറ്റിയുള്ള ഐറ്റംസുകൾ ഇവിടെ കിട്ടും. ഇത് കാശ്മീരിലേക്ക് നമ്മൾ എത്തും തോറും ഇതിനെക്കാട്ടും പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. 8:10 ഖത്ര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ദേ ഭാരതിൽ കയറും. 26401 ട്രെയിൻ നമ്പർ. ഇത് ശ്രീനഗറിൽ പോയിട്ടാണ് നമ്മൾ ഇറങ്ങുക. നമ്മളിപ്പോൾ ഇതുവരെ കയറിയ ട്രെയിനിൻ്റെ ഒക്കെ എൻഡിൽ പോയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയാലും ബുദ്ധിമുട്ടൊന്നുമില്ല. ലഗേജൊക്കെ എടുത്ത് സാവധാനം ഇറങ്ങിയാൽ മതിയാവും. തിരക്ക് കൂട്ടേണ്ട ആവശ്യങ്ങൾ എവിടെയും വരുന്നില്ല. ഖത്രയിൽ നിന്ന് 8:10 പുറപ്പെടുന്ന ഈ വന്ദേ ഭാരത് ശ്രീനഗറിലേക്ക് എത്തുമ്പോൾ 11:10. അപ്പോൾ ആ ഡേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ശ്രീനഗറിൽ ആ ഡേ കൊണ്ട് ഒരുവിധം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ട്രെയിനിൽ പോയുള്ള മെച്ചം. അതുപോലെ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഈ ട്രെയിനിന് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജിൽ കൂടെ പോകുന്ന ചനാബ് ബ്രിഡ്ജിൽ കൂടെ പോകുന്ന വന്ദേ ഭാരതാണിത്. ഒരുപാട് ടണലും ബാക്കിയുള്ള ബ്രിഡ്ജുകളും കാഴ്ചകളൊക്കെ കണ്ട് ശ്രീനഗറിലേക്ക് നമുക്ക് സുഖമായിട്ട് എത്താം. പിന്നെ വന്ദേ ഭാരതത്തെ ഫുഡുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് 11:10 നമുക്ക് ശ്രീനഗറിൽ ഇറങ്ങാൻ പറ്റും. ശ്രീനഗറിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മിലിറ്ററിക്കാരെ കാണാൻ പറ്റും. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട.
കാശ്മീരിൽ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. നമ്മളെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള ആളുകളാണ്. ഒരുപാട് സ്ഥലത്ത് മിലിറ്ററിക്കാരുണ്ടാവും. നമുക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. അവർ പേടിച്ച് നിൽക്കേണ്ട ആവശ്യങ്ങളില്ല. ഇനി നേരെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. ശ്രീനഗറിലാണ് നമ്മൾ റൂം എടുക്കുന്നത്. നിങ്ങൾ കാശ്മീർ യാത്രക്ക് പോകുന്നുണ്ടെങ്കിൽ ശ്രീനഗറിൽ റൂം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് റൂംസ് കിട്ടും. നമുക്ക് എല്ലാ സ്ഥലത്തും സിമ്പിളായിട്ട് എത്താനും പറ്റും. ദാൽ ലേക്കിലേക്കൊക്കെ വളരെ കുറച്ച് ദൂരങ്ങളേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് സ്പോട്ട് നമ്മളുടെ മുഗൾ ഗാർഡനാണ്, നിഷാന്ത് ഗാർഡൻ. ഇവിടെ കുറേ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഗാർഡനാണ് നിഷാന്ത് ഗാർഡൻ എന്നുള്ളത്. ജസ്റ്റ് അവിടെ വിസിറ്റ് ചെയ്യുക. അവിടെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളെ ദാൽ ലേക്ക് ഉള്ളത്. ഇവിടെ ഒരുപാട് തരം ഫുഡുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും. ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടാവും. കാശ്മീരിൻ്റെ കൾച്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മെയിൻ സ്ഥലമാണ് ഈ ദാൽ ലേക്കിൻ്റെ തീരത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ളത്. 50 രൂപയാണ് നമുക്ക് ഈ ഗാർഡനിലേക്കുള്ള എൻട്രി ഫീ വരുന്നത്. ഇവിടുന്ന് ഒരുപാട് നേരം നമുക്ക് ദാൽ ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റും. പണ്ട് കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗാർഡനാണ്. ഇപ്പോഴും മെയിൻ്റെനൻസൊക്കെ വളരെ ശോചനീയാവസ്ഥയിലാണ് പോകുന്നത്. ഭയങ്കര സംഭവമൊന്നുമല്ല. എങ്കിലും കുറേ നേരമൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ മുഗൾ ഗാർഡൻ കേട്ടോ. കാശ്മീരിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സിൽ ഫോട്ടോസുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഈ മുഗൾ ഗാർഡനിലുണ്ട്. കാശ്മീരിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഈ ഒരു സൗകര്യം നമുക്കുണ്ടാവും. പക്ഷേ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള, ഏറ്റവും തിരക്കില്ലാതെ ചെയ്യാൻ എവിടെ നിന്നാണോ പറ്റുന്നത് അവിടുന്ന് ഈ ഫോട്ടോസുകൾ എടുക്കാൻ ശ്രമിക്കുക. അതല്ല തിരക്ക് പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഭംഗി ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ദാൽ ലേക്കിലേക്കാണ് പോകുന്നത്. കാശ്മീർ യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഷിക്കാര റൈഡ്. ഈ ദാൽ ലേക്ക് പല സമയത്തും പല രീതിയിലുണ്ടാവുക. ചിലപ്പോൾ തണുത്തുറഞ്ഞ ഐസായിട്ട് കിടക്കുന്നുണ്ടാവും. ചില സമയത്ത് ഇതുപോലത്തെ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ വൈകുന്നേരങ്ങളിലോ കാലത്തോ ആണ് ഈ ഷിക്കാര റൈഡിന് ഏറ്റവും അടിപൊളി. അപ്പോൾ ഷിക്കാര റൈഡിന് പല പ്രൈസാണ് പറയുക. പല ഗേറ്റുകളുണ്ട്. പലയിടത്തും പല പ്രൈസാണ്, പല ഭംഗിയാണ്. ചിലയിടത്ത് പെർ ഹെഡാണ് പ്രൈസ് പറയുക, ചിലയിടത്ത് ബോട്ടിനാണ് പ്രൈസ് പറയുക. അപ്പോൾ എത്രത്തോളം നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നോ, നമുക്ക് കംഫർട്ടായിട്ടുള്ള റേറ്റ് ആയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഷിക്കാര റൈഡ് എടുക്കുക. ഷിക്കാര റൈഡ് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ശരിക്കും ഷിക്കാര നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മളെ ചുറ്റുപാടത്ത് ഫുള്ള് കച്ചവടക്കാർ വളഞ്ഞിട്ടുണ്ടാവും. പലരും ദാൽ ലേക്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് വരുന്നവരുണ്ടാവും. അവരെ കാത്തിരിക്കുന്ന ബോട്ടുകളാണിത്. ഇത് മൂവ് ചെയ്യുന്ന ബോട്ടുകളല്ല. ഇവിടുന്ന് നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം നല്ല രസമായിരിക്കും, വൈകുന്നേരം കാലത്തൊക്കെ. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി ദാൽ ലേക്കിലുണ്ടാവും. ഈ ദാൽ ലേക്കിൽ ബോട്ടിൽ പോകുമ്പോൾ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോസുകൾ, പിന്നെ ഇവിടുത്തെ നെറ്റ്സുകൾ, കാവ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ കാവ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഞാൻ ദാൽ ലേക്കിൽ നിന്ന് കാവ കുടിച്ച ടേസ്റ്റ് കാശ്മീരെ എവിടുന്ന് കുടിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ദാൽ ലേക്കിലത്തെ അസ്തമയമൊക്കെ കണ്ട് അപ്പോഴേക്കും ദാൽ ലേക്കിൻ്റെ തീരത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾ മൊത്തം ഉണർന്നിട്ടുണ്ടാവും. ഒരുപാട് സ്ട്രീറ്റിലുള്ള ഒരുപാട് കച്ചവടങ്ങളുണ്ടാവും. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അന്നത്തെ ദിവസം മാക്സിമം ചൂസ് ചെയ്യുക. അടുത്ത ദിവസത്തെ കാഴ്ചകളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പകർത്താം. അതല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അടുത്ത വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാത്തിരുന്നോളൂ കേട്ടോ.